ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇത്ര നേരത്തെ എണീക്കുന്നത്. നേരത്തെ എന്ന് പറയുമ്പോൾ 10 മണിയായി. ഡേ ഫുള്ള് കളറാവാൻ ഈ ഒരു ഒറ്റ വ്യൂ മതി. എൻ്റെ റൂമിൽ നിന്നുള്ള വ്യൂ നല്ല രസമല്ലേ കാണാൻ. ഞാൻ താഴെ എത്തിയപ്പോഴത്തേക്കിനും അമ്മായിയമ്മ എനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് സ്ഥലം വിട്ടു. ചക്കക്കുരു ഇട്ട അവിയൽ എൻ്റെ പപ്പയുടെ ഫേവറേറ്റ് സാധനമാണ്. പിന്നെ അമ്മായിയമ്മ ഉണ്ടാക്കിയ കുടംപുളി ഇട്ട മീൻകറി, പിന്നെ ഈ തേങ്ങാപ്പീരയും പച്ചമുളകൊക്കെ കീറിയിട്ട് വെച്ച മീൻമുട്ടയും, പിന്നെ ഇന്നലത്തെ ക്ഷീണം മാറാത്ത കുറച്ച് ഇഡ്ഡലി ഉണ്ടായിരുന്നു. എൻ്റെ അമ്മായിയമ്മയാണ് കേട്ടോ എനിക്ക് ഈ മീൻകറിയൊക്കെ വയ്ക്കാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇന്ന് മുതൽ നന്നാവാന്ന് വിചാരിച്ച് കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്തു. അതെല്ലാം കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഇഡ്ഡലി വേണ്ടാത്തതുകൊണ്ട് ഒരു ഡബിൾ ഓംലെറ്റ് അടിച്ച് അതിൻ്റെ കൂടെ ഈ അവിയലും മീൻകറിയും മീൻമുട്ടയും എല്ലാം കൂടെ ആക്കിയിട്ട് ഒരു പിടി പിടിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിരുന്നപ്പം 1 വർഷം മുമ്പ് ഞാൻ കൊണ്ടുവച്ചൊരു ചെടിയെ പറ്റിയിട്ട് എനിക്ക് ഓർമ്മ വന്നത്. ഇതാണ് ഞാൻ കൊണ്ടുവച്ച മണിമുല്ല. അതിൻ്റെ വേര് ചട്ടിക്കുള്ളിലൂടെ പുറത്ത് വന്ന് താഴെ മൊത്തം പടർന്നു കിടക്കായിരുന്നു. അങ്ങനെ ഞാനത് പുതിയ ചട്ടിയിലേക്ക് മാറ്റിയിട്ട് വീടിൻ്റെ മണ്ടയിലോട്ട് പടർത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മതിലിൻ്റെ മണ്ടയിലൊക്കെ കയറി നിന്ന് എങ്ങനെയൊക്കെയോ അത് പടർത്തി എടുത്തു. കുറേ ചെടികളൊക്കെ വെച്ചപ്പോഴത്തേക്കിനും എനിക്ക് നല്ല ക്ഷീണമായി. ഞാൻ പിന്നെ പോയി കുളിച്ചിട്ട് ഇച്ചിരി കിടന്ന് ഉറങ്ങി. അപ്പോഴത്തേക്കിനും അമ്മ ജോലിയും കഴിഞ്ഞിട്ട് വന്നു. ഡിന്നറിനായിട്ട് എനിക്കൊരു സിംഗിൾ ഓംലെറ്റ് മതിയായിരുന്നു. അങ്ങനെ ഞാനത് ഉണ്ടാക്കിയപ്പോഴത്തേക്കിനും അമ്മായിമ്മയ്ക്കും വേണം. പിന്നെ അമ്മയ്ക്കും കൂടെ ഒരെണ്ണം ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാനത് കഴിച്ചിട്ട് കിടന്നുറങ്ങി.